തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്കും മുന്നണിക്കും നാണക്കേടുണ്ടാക്കിയ കയ്യാങ്കളിയിൽ പത്തനംതിട്ടയിലെ മുതിർന്ന CPM നേതാക്കൾക്കെതിരെ കർശന നടപടി ഉണ്ടായേക്കും. വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ഈ സംഭവത്തെ പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ ആയുധമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കാൻ തിരഞ്ഞെടുപ്പിന് ശേഷം മതി നടപടിയെന്നാണ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. രണ്ട് നേതാക്കളും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്താകും എന്നാണ് സൂചനകൾ. തോമസ് ഐസക്കിനായുള്ള പ്രചാരണ പ്രവർത്തനത്തിലെ വീഴ്ചയുടെ പേരിലായിരുന്നു മുതിർന്ന നേതാവ് A. പത്മകുമാറും അടൂരിൽ നിന്നുള്ള നേതാവ് ഹർഷകുമാറും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോരടിച്ചത്. പത്മകുമാറും ഹർഷകുമാറും തമ്മിൽ ഏറെക്കാലമായുള്ള തർക്കമാണ് ഇപ്പോൾ കയ്യാങ്കളിയിൽ അവസാനിച്ചിരിക്കുന്നത്. ഹർഷകുമാറും ഒരു വിഭാഗം നേതാക്കളും ചേർന്ന് ജില്ലയിലെ പാർട്ടി കൈപ്പിടിയിൽ ഒതുക്കി എന്നതാണ് മുതിർന്ന നേതാവായ പത്മകുമാറിന്റെ അതൃപ്തിക്ക് കാരണം. സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിനൊപ്പം നേരത്തെ തന്നെ കൂടിയ പത്മകുമാർ തിരഞ്ഞെടുപ്പ് പോരായ്മകൾ ചൂണ്ടിക്കാട്ടി അടൂരിലെ നേതാക്കളെയും പാർട്ടിയെയും നിരന്തരം കുറ്റപ്പെടുത്തുകയാണ്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഈ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത്തവണ പക്ഷേ ഹർഷകുമാർ വിമർശനത്തെ എതിർത്തു. തുടർന്ന് കയ്യാങ്കളിയിൽ അവസാനിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ സംസ്ഥാന നേതൃത്വത്തിന്റെയും സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിന്റെയും നിർദ്ദേശപ്രകാരം പോരടിച്ച നേതാക്കളെ ഒന്നിച്ചിരുത്തി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. എന്നാൽ ഇരുവർക്കും ഇടയിലെ ഭിന്നത രൂക്ഷമായി തുടരുകയാണ്. ഇരു നേതാക്കളെയും അനുകൂലിക്കുന്നവരും ചേരിതിരിഞ്ഞ് ജില്ലയിൽ പാർട്ടിക്കുള്ളിൽ കലാപത്തിന് ഒരുങ്ങുന്നതായും സൂചനകളുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് വിഭാഗീയതയ്ക്ക് കളമൊരുങ്ങുന്ന ഒരു നടപടിയും ഉണ്ടാകരുതെന്ന കർശന നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. എന്നാൽ പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ കയ്യാങ്കളി എന്ന വാർത്ത പാർട്ടി നിഷേധിച്ചിരുന്നു. സമ്മേളനം സംബന്ധിച്ച് CPM സെക്രട്ടേറിയറ്റിൽ ചർച്ചയുണ്ടായി. എന്നാൽ കയ്യാങ്കളിയും തർക്കവും ഉണ്ടായി എന്നത് അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞിരുന്നു. കമ്മിറ്റിയിൽ നടന്ന ചർച്ചയെ തർക്കമായി വ്യാഖ്യാനിക്കേണ്ടതില്ല. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി TM തോമസ് ഐസക്കിന്റെ സ്വകാര്യതയെ പ്രതിരോധിക്കാനാണ് വ്യാജവാർത്ത വരുന്നതെന്നും ഇത്തരം വ്യാജവാർത്തകളെ നിയമപരമായി നേരിടുമെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയിരുന്നത്. മന്ത്രി വാസവന്റെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ചില നേതാക്കളുടെ നിസ്സഹകരണത്തെ ചൊല്ലിയുള്ള വിമർശനം കയ്യാങ്കളിയിൽ അവസാനിച്ചു എന്നായിരുന്നു പുറത്തുവന്ന വിവരം. തിങ്കളാഴ്ച രാത്രി 10ഓടെയായിരുന്നു സംഭവം നടന്നത്. തോമസ് ഐസക്കിന് ലഭിക്കുന്ന സ്വീകാര്യതയെ പ്രതിരോധിക്കാനാണ് വ്യാജ വാർത്തകളെന്നും ഇതിനെതിരെ നടപടിയെടുക്കുമെന്നും ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കയ്യാങ്കളി നിഷേധിച്ച് മുൻ MLA പത്മകുമാറും രംഗത്തെത്തിയിരുന്നു. തന്നെ ആരും മർദ്ദിച്ചിട്ടില്ലെന്നും അങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കില്ലെന്നും A. പത്മകുമാർ പ്രതികരിച്ചിരുന്നു. അതിന്റെ ഫലമായി ഐസക്കിനെ സംബന്ധിച്ച് ജനങ്ങളുടെ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങൾ വളരെ ബോധപൂർവമായി വ്യാജ വാർത്തയാണ്, അടിസ്ഥാനരഹിതമായ വാർത്ത ജനങ്ങൾ തള്ളിക്കളയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം വ്യാജ വാർത്ത ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. ഇത്രയുമാണ് ഈ വാർത്തയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്.